അപ്പോൾ അടുത്തൊരു മെഷീൻ അറ്റൻഡ് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ മാപ്പിൽ 3 മെഷീൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ സ്വീറ്റിൻ്റെ, അതേപോലെ റൈഡറിൻ്റെ, അതേപോലെ നമ്മുടെ ബിഗ് സ്മോക്കിൻ്റെയാണ് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ റൈഡറിൻ്റെ അറ്റൻഡ് ചെയ്ത് നോക്കാം. സോറി, റൈഡർ ഇപ്പോൾ അവിടെ ഇല്ല. 2 മണിക്കാണ് ഒരു ടൈം പറഞ്ഞേക്കുന്നത്. 2 മണിക്ക് കറക്റ്റ് ടൈമിൽ അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് ആ മെഷീൻ അറ്റൻഡ് ചെയ്യാം. നമുക്ക് തൽക്കാലം ഗ്യാരേജിൽ വണ്ടി ഇല്ലല്ലോ, കാരണം പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആരാണോ എടുത്തുകൊണ്ടായത്, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് തൽക്കാലം ബിഗ് സ്മോക്കിൻ്റെ മെഷീൻ അറ്റൻഡ് ചെയ്ത് നോക്കാം. ബിഗ് സ്മോക്കിൻ്റെ ആണെങ്കിൽ നമുക്ക് OGനെ ഇന്ന് റിലീസ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ നമുക്ക് OGനെ പോയിട്ട് ജയിലിൽ നിന്ന് പോയിട്ട് പിക്ക് ചെയ്യാം. അതേപോലെ ഫ്രെഡിയുടെ ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. അതെന്താണെന്ന് ഇന്ന് തീരുമാനമാക്കും. അല്ലെങ്കിൽ അവരെ തീർക്കും, അല്ലെങ്കിൽ അവരെന്താ പറയുന്നത് അതുപോലെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബിഗ് സ്മോക്കിൻ്റെ വീട്. ഇയാൾക്കൊരു തൊലിഞ്ഞ അംബാസഡർ കാറുണ്ട്. ഓക്കെ, OGയിലൊക്കെ അപ്പോൾ OGനെ പിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ OGനെ പിക്ക് ചെയ്യാൻ പോകുന്നൊരു മെഷീനാണിത്. അപ്പം സ്വീറ്റും ബിഗ് സ്മോക്കാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇവരായിട്ട് പോയിട്ട് വേണം. ഐ തിങ്ക് ആ ഒരു സ്റ്റേഷനിലാണ്, പോലീസ് സ്റ്റേഷനിലായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ OG. അപ്പോൾ അവിടെ പോയിട്ട് വേണം നമുക്ക് അവനെ പിക്ക് ചെയ്യാനായിട്ട്. ജെഫ്രിയാണ് OG എന്നുള്ള അവൻ്റെ വേറെ പേരാണ്. ജെഫ്രി എന്നാണ് ശരിക്കും അവൻ്റെ പേര്. അതൊരു നിക്ക് നെയിമായിട്ടാണ് ഈ OG എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, എനിക്ക് എന്തായാലും ഈ വെർഷൻ ഓഫ് സാൻ ആൻഡ്രിയാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ മുന്നേ കളിച്ചിരുന്ന വെർഷൻ എന്ന് പറയുമ്പോൾ റെസൊല്യൂഷനൊക്കെ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ ഒരു റിച്ച്നെസ് ഉണ്ടായിരുന്നില്ല. റിച്ച്നെസ് മീൻസ് ഒരു നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നില്ല ഗെയിം കളിക്കും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര നല്ല ഗ്രാഫിക്സും അതേപോലെ റിഫ്ലക്ഷനൊക്കെ പക്കയാണ് ഇതിൻ്റെ. പക്ഷേ എനിക്കിതിൽ പോരായ്മ തോന്നിയത് നമ്മുടെ ഡ്രൈവിംഗ് ആണ്. എനിക്ക് ഡ്രൈവിംഗ് അത്ര ഒരു കംഫർട്ടായിട്ട് തോന്നുന്നില്ല. പക്ഷെ മുന്നത്തെ വർഷമാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാമായിരുന്നു. ഇത് എന്തോ ഒരു ആടിക്കുഴഞ്ഞ പോലെയാണ് എനിക്ക് ഡ്രൈവിംഗ് തോന്നുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ കാത്തിട്ട് നമ്മുടെ ജെഫ്രി മോൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാ നിൽക്കുന്നു ചെക്കൻ. അപ്പോൾ അവനെ പോയി മീറ്റ് ചെയ്യണം. എന്ത് കാര്യത്തിനാണ് അവനെ ലോക്ക് ചെയ്തതെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ജെഫ്രിന്ന് വിളിച്ചാൽ അവനക്ക് ഇഷ്ടമില്ല. അവനക്ക് OG എന്ന് വിളിക്കുന്നത് തന്നെ ഇഷ്ടം. അതാണ് അവൻ പറയുന്നത് വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് വരക്കാൻ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ ബിഗ് സ്മോക്ക് അതിൻ്റെ ഇടയ്ക്ക് കയറി നന്മവരം കളിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്രെഡിയുടെ അടുത്തേക്ക് പോയി അവനെ മീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്താണ് അവൻ്റെ നിലപാട് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തായാലും 4 പേരായിട്ടാണ് പോകുന്നത് അവരുടെ അടുത്തേക്ക്, ഫ്രെഡിയുടെ വീട്ടിൽ. പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഗെയിം പ്ലേ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്രൈവിംഗ് എനിക്ക് തീരെ ഒരു കംഫർട്ടബിളായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഗ്രാഫിക്സ് ഒന്നും പറയാനില്ല, ഭയങ്കര റിച്ച്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പം നൈറ്റ് ടൈമായിട്ട് വരെ നമുക്ക് ആ കാറിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ലോങ് പോകാനുണ്ടെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് നമ്മൾ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, ഫ്രെഡിയുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മൗണ്ടൈനും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഓക്കെ, അപ്പം OGയും അതേപോലെ CJയും കൂടിയിട്ടാണ് അവൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ബാക്കി സ്മോക്കും അതേപോലെ സ്വീറ്റും തിരിച്ചു പോവാണ്. ഓക്കെ, ആസ് യൂഷ്വൽ നമുക്ക് എന്തായാലും 2 പേരായിട്ടാണ് ഇത് അറ്റൻഡ് ചെയ്യാൻ വന്നേക്കുന്നത്. നമ്മളോട് തന്നിരിക്കുന്ന കമാൻഡ് അവിടെ പോയിട്ട് ബെല്ലടിക്കാനാണ്, ഡോറിൻ്റെ ബെല്ലടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും. അപ്പോൾ ഫ്രെഡീനെ വിളിക്കുന്നുണ്ട്. അവൻ പുറത്തേക്ക് വരാനുള്ള ഉദ്ദേശം ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പം എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓജീനെ ജയിലിലാക്കിയതിനുള്ളൊരു മെയിൻ റീസണാണ് ഈ ഫ്രെഡി എന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓജിക്ക് ഫ്രെഡീനെ കാണാനായിട്ട് വന്നത്. എന്തായാലും അവൻ പുറത്തേക്ക് ഇറങ്ങില്ല. അവൻ നൈസായിട്ട് ബാക്കിത്തെ വാതിൽ വഴി അവൻ വിട്ടു, ബൈക്ക് എടുത്ത് വിട്ടു. അപ്പം നമ്മളും തൊട്ട് ബാക്കിൽ ചേസ് ചെയ്ത് പോകണം. അതാണ് ഇപ്പം നമുക്ക് മുന്നിലുള്ള ടാസ്ക്. ഓക്കെ, ഞാൻ ഈ മെഷീൻ മുന്നേ കളിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം ഒരു രൂപ ഉണ്ടാവണം ഏതൊക്കെ ഓട് വഴി കൂടെയാണ് വണ്ടിയായിട്ട് പോകാമെന്നുള്ളത്. പക്ഷേ ഞാൻ മുന്നേ ടൈമിൽ കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ മെഷീൻ ഫെയിൽഡ് ആയിട്ടുള്ള ഒരു മെഷീനായിരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളത് നമുക്ക് ഒറ്റ ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. കാരണം ഇതിൻ്റെ ഡ്രൈവിങ് എനിക്ക് തീരെ കംഫർട്ടായിട്ട് തോന്നുന്നില്ല. നമ്മൾ ഇവിടുന്ന് എത്ര വെടിവെച്ചാലും അവൻ വീഴാനോ മരിക്കാനോ പോകുന്നില്ല. കാരണം ഈ ഒരു മെഷീൻ്റെ അൽഗോരിതം പിന്നെ ഫോളോ ചെയ്ത് എവിടം വരെ എത്തും അവിടെ വെച്ചിട്ട് ഇവനെ തീർക്കാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര യൂസ് വെച്ചിട്ട് അലക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മളവൻ്റെ ബാക്കിൽ അവൻ്റെ ഡിസ്റ്റൻസ് അധികം ആവാൻ പാടില്ല. ഡിസ്റ്റൻസ് കൂടുതലായി കഴിഞ്ഞാൽ മെഷീൻ ഫീൽഡ് ആവും. നമ്മൾ ക്ലോസ് ആയിട്ട് തന്നെ നമ്മൾ അവൻ്റെ ബാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതാണ് ഈ മെഷീൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. നമ്മളും ബാക്കിൽ തന്നെ ഉണ്ടാവേണ്ട ബാക്കിൽ ഒരു ഡിസ്റ്റൻസ് അധികം വെക്കാണ്ട് തന്നെ എവിടെയെങ്കിലും വീഴാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ നേരെ കത്തിച്ച് വിടും. ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അപ്പം മെഷീൻ ഫീൽഡ് ആവും. ഒരുപാട് പേരച്ചൊക്കെ എടുത്തിട്ട് അലക്കിയിട്ടാണ് പോകുന്നത്. കാര്യമില്ല, മൊത്തം ഈ ബാക്കിലിരുന്ന് വെടിവെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഒന്ന് വെയിറ്റ് ചെയ്യും, അവിടെ പോയിട്ടലക്കാം. ഇപ്പോൾ നമ്മൾ ബൈക്ക് എടുത്ത കാരണം ഇപ്പോൾ റോഡിൽ ബൈക്ക് മാത്രമേ ഉള്ളൂ. എന്ത് സംഭവം, അല്ലെങ്കിൽ ചവറ് പോലെ കാറും മറ്റേതൊക്കെ ഉണ്ടാവും. മേ ബി രാത്രി ആയതുകൊണ്ടായിരിക്കും, നൈറ്റ് ചായ കുടിക്കാൻ പോകുന്ന പിള്ളേരായിരിക്കും. നമ്മൾ വഴി തെറ്റിയില്ല. നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് പോയി നോക്കുക. അതിന് ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ സാധനം വീണ്ടും ആദ്യം മുതൽ കളിക്കേണ്ടി വരും. അത് ചൊറ പരിപാടിയാണ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നൈസായിട്ട് വിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പഴയ സ്റ്റണ്ട് കളിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓ ഷിറ്റ്, ഇങ്ങോട്ടാ മേ ബി ഇത് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അവൻ കൂടുതൽ ലോങ്ങിൽ പോയിട്ടുണ്ടെങ്കിൽ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. ഇതെന്താണിത്, എനിക്ക് തീരെ പറ്റണില്ല ഇതിൻ്റെ ഡ്രൈവിങ്. അത് ഈ വെർഷൻ്റെ പ്രശ്നം. ഇതെന്തുവാണ്, ഇതിൻ്റെ അകത്ത് കൂടെ ഒക്കെ വണ്ടി പോവുമോ? അല്ല, നമ്മളെ വണ്ടി പോകും. പക്ഷേ ഈ NPCകൾ ഇതിൻ്റെ അകത്ത് കൂടെ വണ്ടി ഓടിച്ച് കണക്കിന് ഞാൻ ആദ്യമായിട്ടാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു വെർഷൻ്റെ പ്രത്യേകത എന്ന് തോന്നുന്നു. പ്രത്യേകത അല്ല, എനിക്ക് തോന്നുന്നത് ഒരു ബഗ്ഗായിട്ടാണ് ഇതാക്കിയേക്കുന്നത്. ഗ്രാഫിക്സ് കൂട്ടുന്നതിനനുസരിച്ചിട്ട് അവർ ബഗ് കുറച്ച് അല്ലെങ്കിൽ ബഗ്ഗും കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയിൽ കൂടെ ചെല്ലും, വേഗം ചെല്ലും. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താനായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ, എനിക്ക് ഗ്രാഫിക്സ് എടുത്തെടുത്ത് പറയാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ഇതിൻ്റെ ഗ്രാഫിക്സ് നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലത്. നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ ഒരു ആപ്പാണ്. അതിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ലോഗിൻ ചെയ്യാനും പറ്റും. പക്ഷേ എറൗണ്ട് എന്തായാലും ഒരു 8 GB അടുത്തേക്ക് വരും എല്ലാം കൂടി, അഡീഷണൽ ഡൗൺലോഡ് എല്ലാം കൂടി. ഓക്കെ മോനെ, അപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് അല്ലക്കി വിടുപ്പോക്കാം. നമുക്കൊരു സ്റ്റാറും കിട്ടിയിട്ടുണ്ട്. എന്നാലും വിഷയമില്ല.
എന്തായാലും നമ്മുടെ OG ഹാപ്പി ആയിട്ടുണ്ട് ചെക്കനെ തീർത്ത കാരണം. ഇനിയിപ്പോൾ എന്തായാലും അവർ അവരുടെ ഗ്രോസ് ഗ്യാങ് വലുതാക്കാനുള്ള പ്ലാനിങ് ആണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവർ വലുതാക്കി തന്നെ ചെയ്യും. അപ്പോൾ ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത് നമ്മളെ OGയുടെ ഷോപ്പിലേക്ക് ആക്കുക. അതായത് OGക്ക് ഒരു ഷോപ്പുണ്ട് ബർഗറിൻ്റെ, അപ്പോൾ അവിടേക്ക് ആക്കാനാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കാർ എടുക്കുക. ഈ ബൈക്ക് ഓടിച്ച് മിണ്ടുമ്പത്തിനും വീഴാണ്. ഇത് നല്ല കാറാണ് കേട്ടോ ഉള്ളതിൽ വെച്ചിട്ട്. ഇപ്പോൾ ഈ പൂവർ സിറ്റി എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സിറ്റിയിൽ വെച്ചിട്ട് നല്ല സ്പീഡും പവറൊക്കെ ഉള്ളൊരു കാറാണ്. പിന്നെ നല്ല കാറുകൾ കിട്ടണമെങ്കിൽ വേറെ സിറ്റിയിലേക്ക് പോകണം. ഇപ്പോഴത്തെ ഒരാവശ്യമില്ലാണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ചാവാൻ നിൽക്കാമല്ലോ. കാർ ഏതായാലും ഇതിൻ്റെ ഡ്രൈവിംഗ് ഒക്കെ കണക്കാണ് കേട്ടോ. നമ്മൾ മെല്ലെ പോവുക, അതാണ് ഏറ്റവും ബെറ്റർ. സ്മൂത്തായിട്ട് പോവുക. കാർ ഓടിക്കുമ്പോൾ എന്തിനാണ് ഫാറ്റ് പറയുന്നത് അതൊക്കെ മനസ്സിലാകുന്നില്ല. എന്താണ് അതിൻ്റെ ഒരു കഥ? അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലും നമ്മൾ ട്രാഫിക് നോക്കി പോകരുത്, കിട്ടണ വഴി പിടിക്കുക. അപ്പോൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ OGയുടെ ഷോപ്പായി. അപ്പോൾ ഇനി നമുക്ക് അവിടെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കഴിക്കട്ടോ. പറപ്പിച്ച് വിട്ടണം. ഈ കാറൊക്കെ നല്ല അടിപൊളിയായിട്ട് കസ്റ്റമൈസ് ചെയ്യുക. പക്ഷേ അതിൻ്റെ മെഷീൻ എത്തിയിട്ടില്ല. നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാറ് നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അവിടെ എത്തിക്കൊണ്ട് നമ്മുടെ OGനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മെഷീൻ നമുക്ക് ആഡായിരിക്കുകയാണ്. ടോട്ടൽ മാപ്പിൽ 4 മെഷീൻസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ